ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി. ഓയിൽ കയറി കത്തി ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്ന, എഞ്ചിൻ ഓയിൽ കയറി കത്തിയിട്ട് ലെവൽ കുറഞ്ഞു പോകുന്ന കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മളത് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ അതിൻ്റെ സിലിണ്ടർ പിസ്റ്റണാണ് കംപ്ലയിൻ്റ് ആയിരുന്നത്. പിന്നെ വാൽവിൻ്റെ ഗൈഡൊക്കെ ചെറിയ പ്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ റിപ്പയർ ചെയ്ത് ലേറ്റിൽ നിന്ന് അത് വാൽവിൻ്റെ കേസൊക്കെ റിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മളതിൻ്റെ സിലിണ്ടർ കിറ്റൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ മാറ്റുന്ന പാർട്സുകളും അത് ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ പുകയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ് റെഡിയാക്കണേ. അതിന് ശേഷം വേണം നമുക്ക് ഫ്രണ്ട് കോൺസെപ്റ്റ്, ഫോർക്കിൻ്റെ ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട്. ഓൾറെഡി ടെസ്റ്റ് വർക്കും പെയിൻറ്റിങ് എല്ലാം കൂടി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഓൾറെഡി പെയിൻറ്റിങ്ങിന് കയറ്റാനായിട്ട്. അപ്പോൾ നിലവിൽ നമുക്കതിൻ്റെ വാൽവിൻ്റെ ഗൈഡ് പോയി മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. 2 വാൽവും പുതിയ വാൽവാണ് കിടക്കണേ. അതിൻ്റെ ഉള്ളിൽ വന്നായിട്ടാണ് ഈ ഗൈഡ് എന്ന് പറയുന്നത്. ആ ഗൈഡും മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്കതിൻ്റെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ വന്ന് 2 ബെയറിംഗ് ഉണ്ടല്ലോ, അത് കംപ്ലയിൻറ്റ്, ഒരെണ്ണം കംപ്ലയിൻ്റ് ആയിരുന്നു. വലിയ ബെയറിംഗ് ചെറിയൊരു പ്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ 2ഉം കൂടി മാറ്റിയിട്ട് പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാറ്റിയ ബെയറിംഗ് ആണിത്. അപ്പോൾ അത് മെയിനായിട്ട് അതാണ് ചെയ്തേക്കണേ. പിന്നെ ഉള്ളത് നമുക്ക് സിലിണ്ടർ കിറ്റാണ്. സിലിണ്ടർ കിറ്റ് നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ റിങ്സ് അടങ്ങുന്ന കിറ്റുകൾ വരാം. 3500 രൂപയാണ് നമുക്ക് അതിന് കോസ്റ്റ് വരാം കേട്ടോ. പിന്നെ ആ കൂട്ടത്തിൽ കൂടെ തന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ്റെ ഈ സൈഡിൽ വരുന്ന ക്യാം ചെയിൻ, ടൈമിങ് ചെയിൻ എന്നൊക്കെ പറയും, അതും കൂടി നമ്മൾ കൂട്ടത്തിൽ അഴിച്ച് മാറ്റി വിടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി അതിൻ്റെ ആ ഒരു ശരിക്കും ഒരു ചെറിയ വലിച്ചിൽ വന്നിട്ടുണ്ട്. ടെൻഷനർ കറക്റ്റ് ജസ്റ്റ് ലോഡിലാണ് നിൽക്കണേ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വന്നാൽ നമ്മൾ വീണ്ടും അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര അഴിച്ച് നിർത്തിയാക്കുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് ഇതും കൂടി അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്യാസ്കറ്റും ആ ക്യാം ചെയിനുമാണ് നമുക്ക് മെയിനായിട്ട് ചിലവ് തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും കൂടി കൂട്ടത്തിൽ നമ്മൾ ചെയ്ത് വിടുന്നുണ്ട്. ഇപ്പോൾ ക്യാം ചെയിനാണെങ്കിൽ ഏകദേശം നമുക്കൊരു 370 രൂപ നമുക്ക് ക്യാം ചെയിനും വരുന്നുണ്ട്. കൂട്ടത്തിൽ കൂടെ ഈ പാഡ് സെറ്റ് കൂടി നമുക്ക് മാറ്റി വിടണം. അതിന് 136 രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരും. പാഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ക്യാം ചെയിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന പാഡ് സെറ്റാണത്, ഈ സാധനം. അതടക്കം അത്രയാണ് നമുക്ക് അഡീഷണൽ വന്നുള്ളൂ. ബാക്കിയത്തെ നമുക്ക് കൂട്ടത്തിൽ കൂടെ എഞ്ചിൻ ഹെഡ് അഴിച്ചേക്കണതുകൊണ്ട് ആ കൂട്ടത്തിൽ കൂടെ നമ്മൾ ഇതും കൂടി ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ്, ഇപ്പോൾ എഞ്ചിനുമായി ബന്ധപ്പെട്ട വർക്ക് കംപ്ലീറ്റ് ആവണം. അതിന് ശേഷമാണ് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. നമുക്ക് ഡേറ്റ് ഇല്ലാത്തതാണ് ഇപ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം. കാരണം ഒട്ടും ടൈമില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ഓവർ ടൈമൊക്കെ നിന്നിട്ടാണ് സംഭവം തീർക്കുന്നത് കേട്ടോ. അപ്പോൾ പരമാവധി നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിങ്കളാഴ്ച രാവിലെയാണ് നമുക്ക് ചെയ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയത്തെ ഐറ്റംസ് ഓൾറെഡി പെയിൻറ്റിങ്ങിലേക്ക് പോയി. അഡ്വാൻസ് പേയ്മെൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട് കേട്ടോ. പരമാവധിയും അവർക്കും ടൈമില്ല. കാരണം എന്ന് വെച്ചാൽ നിസ്സാര ദിവസം കൊണ്ട് അടിച്ച് കിട്ടണം. അപ്പോൾ ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. വർക്ക് ഇപ്പോൾ എഞ്ചിൻ്റെ ഭാഗം വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് ഭാഗം ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അഴിക്കണ സമയത്ത് അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ. പിന്നെ അതിൻ്റെ നമുക്ക് എൻജിൻ സ്വിച്ച് പിടിപ്പിക്കുന്നത്, അതായത് പുതിയ മോഡൽ BS6 മോഡൽ വണ്ടിയുടെ ഇവിടെ എൻജിൻ സ്വിച്ച് വന്നൊരു മോഡലുണ്ട്, ലേറ്റസ്റ്റ് മോഡൽ. അപ്പോൾ അത് അവൈലബിൾ ആണോയെങ്കിൽ നമുക്ക് അതും കൂടി ചെയ്യാവുന്ന രീതിയിൽ പറഞ്ഞിരുന്നേ. അപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് ഐറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി സെറ്റ് ചെയ്യാം. അല്ലാതെ ഓർഡറിലേക്ക് പുതിയ മോഡൽ ലേറ്റസ്റ്റ് മോഡൽ ആയതുകൊണ്ട് സ്റ്റോക്കിലുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അതല്ലെങ്കിൽ പിന്നെ ഓർഡർ പോയൊക്കെ വരണം. സമയമുണ്ട്, ഐറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി കൂട്ടത്തിൽ ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് തൽക്കാലം അത് സ്കിപ്പ് ചെയ്ത് വിടേണ്ടതായിട്ട് വരും. കാരണം അത് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹെഡ്ലൈറ്റ് സ്വിച്ച് ഒന്നും ഉണ്ടാവില്ല, സെൽഫിൻ്റെ സ്വിച്ചേ വരുള്ളൂ. ഹെഡ്ലൈറ്റ് സ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും റെഡി സ്റ്റാർട്ട് ചെയ്ത വണ്ടി ഓണായി നിൽക്കുന്ന കണ്ടീഷനിലേ വരുള്ളൂ കേട്ടോ. സ്റ്റാർട്ടാകുമ്പോൾ ഹെഡ്ലൈറ്റ് തെളിഞ്ഞ് നിൽക്കും. അത് ഇപ്പോഴത്തെ മോഡൽ വണ്ടികൾ അങ്ങനെയാണ്. പിന്നെ അത് കൂടാതെ കൊണ്ടൊരു സ്വിച്ചും മറ്റേ എൻജിൻ സ്വിച്ചും വരും. ഐറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്തേക്കാം കേട്ടോ. നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം, കുഴപ്പമില്ല. ഐറ്റം ഉണ്ടെങ്കിലാണ് പറ്റുള്ളൂ. അത് പെയിൻറ്റ് ചെയ്തിട്ട് വണ്ടി ബോഡി കയറ്റുന്ന ഗ്യാപ്പിൽ കിട്ടിയാലാണ് ചെയ്യാനും പറ്റുള്ളൂ. നമുക്ക് ദിവസമില്ല. നമുക്കിപ്പോൾ ഐറ്റം ഇവിടെ അവൈലബിൾ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വരുമ്പോൾ ബുധനാഴ്ചയൊക്കെ വരുള്ളൂ. ബുധനാഴ്ചയാണ് സെറ്റിങ് തുടങ്ങുള്ളൂ. ആ ഗ്യാപ്പിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടി കംപ്ലീറ്റ് ചെയ്തേക്കാം. ഉറപ്പ് കുറയല്ല, കിട്ടുകയാണെങ്കിൽ ചെയ്യാം.